ഓക്കെ, സാംസങ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇനിയൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നമ്മുടെ One UI 6 നിന്ന് One UI 7 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. One UI 6 നിന്ന് One UI 7 മാറുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി റീഡിസൈൻഡ് ആണ്. അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ക്യാമറ ആപ്ലിക്കേഷനും നമ്മുടെ ആ ഒരു ഗാലറിയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അവർ കുറേ കാലമായി നമ്മൾ കണ്ടുവരുന്നു. എന്നാൽ One UI 6 നിന്ന് 7 വരികയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഹോം സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ റീഡിസൈൻഡ് ആണ്. നല്ലൊരു ഡിസൈൻ ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാംസങ്ങിനായിട്ടുള്ളൊരു ഡൈനാമിക് ഹൈലൈറ്റ് വന്നിട്ടുണ്ട്. ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ് ഇതിനെ വിളിക്കുന്നത് ഡൈനാമിക് പില്ല് എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ചില ആളുകൾക്കൊക്കെ ബീറ്റ വെർഷൻ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഒരിക്കലും ബീറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്യരുത്. കാരണം ബീറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ ഉള്ള പെർഫോമൻസ് ആണ് കുറയും എന്നുള്ളതാണ്. അപ്പോൾ One UI 7 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കൺട്രോൾ പാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ടഡ് ഷേപ്പാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ എല്ലാ UI ഡിസൈനുകളിലും നമുക്ക് കാണാൻ പറ്റും ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ റൗണ്ടഡ് ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഈ റൗണ്ടഡ് ഷേപ്പ് ഡിസൈനൊക്കെ ഒരു ട്രെൻഡാണ്. കാരണം ഇപ്പോൾ ഡിസൈൻ ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഡിസൈനേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈൻ എന്ന് പറയുന്നത് തന്നെ ഒരു റൗണ്ടഡ് ഷേപ്പാണ്. നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഏത് UI എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കുകയാണെന്നുണ്ടെങ്കിലും റൗണ്ടഡ് ആണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ടഡ് ഷേപ്പിൽ കൺട്രോൾ സെൻറ്ററിൽ നല്ലൊരു മാറ്റം ചേഞ്ച് നമ്മുടെ One UI 7 വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഫുള്ളി റീഡിസൈൻഡ് ആണ്. ഒരു നെക്സ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും One UI 7 നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. സാംസങ് നല്ല രൂപത്തിൽ പണിയെടുത്തിട്ടുണ്ട് One UI 7. അപ്പോൾ എന്തായാലും നമ്മുടെ One UI 7 വരുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ S സീരീസ് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫോൾഡ് സീരീസിലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് One UI 7 നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ബീറ്റ വെർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. One UI 7 എന്തായാലും ഒരു നെക്സ്റ്റ് ലെവലായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡൈനാമിക് പില്ലാണ്. അപ്പോൾ ഡൈനാമിക് ഐലൻഡ് എന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഈ ഡിസൈൻ എന്തായാലും ഒരു നല്ല രൂപത്തിൽ മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം One UI 5 തൊട്ടാണ് ഒരു കുറച്ചുകൂടി നല്ല ഡിസൈനായിട്ട് മാറിയത്. One UI 5 നമുക്ക് മെറ്റീരിയൽ കസ്റ്റമൈസേഷൻ നമുക്ക് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ വാൾപേപ്പറിനനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസേഷൻ കളർ കസ്റ്റമൈസേഷൻ നമുക്കുണ്ടായിരുന്നു. One UI 7 വരുമ്പോൾ ചേഞ്ച് എന്തായാലും ഒരു ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ടെക്നോളജി റിലേറ്റഡ് സ്മാർട്ട് ഫോൺ റിലേറ്റഡ് ഒരുപാട് കണ്ടൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് പിന്നെ കാണാം. ഗുഡ് ബൈ.